ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവർ വളരെ റിസർച്ച് നടത്തിയിട്ടാണ് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം ഇവിടെ നമ്മൾ ഇന്നും എൻ്റെ അടുത്ത് രാവിലെ ഒരാൾ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയതിൻ്റെ അനുഭവം, പുള്ളി ആദ്യമായിട്ടാണ് പോയത്. അതാണ് നമ്മുടെ ആദ്യമായിട്ട് പോയി ഒരു പനിയുടെ ചികിത്സ ചെന്നപ്പോൾ അവിടുത്തെ ഉണ്ടായ സംവിധാനത്തെ പറ്റി വിവരിക്കുകയുണ്ടായി. ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകുന്നത്. ഇന്നിപ്പോഴത്തെ ചില വാർത്തകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയെ കൈവച്ചു പോകും. ഇതിപ്പം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്ക് എതിരെ മാത്രമല്ല, മുൻ ആരോഗ്യമന്ത്രിമാർ, മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ PK ശ്രീമതി ടീച്ചർ, ഇവർക്കെതിരെല്ലാം ഇവർ സമാനമായ ഇതിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. മന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴല്ല, അവർ പൊതു നിരത്തിൽ സഞ്ചരിക്കുമ്പോഴല്ല, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. പണ്ട് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. പുരസ്കാർ തിരസ്കാർ, അതായത് പുരസ്കാരം കൊടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നൽകി കൂടെ നിർത്തുക, അതല്ലെങ്കിൽ അവർ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാവാം. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കുറേ കാലം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായ ഒരു മേഖല നമ്മുടെ മാധ്യമ മേഖലയാണ്. NDTV ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു കാലത്ത് അനീതിക്കെതിരെ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയെന്ന് പറഞ്ഞ പല മാധ്യമങ്ങളും ഇന്ന് ഭരണകൂടത്തിൻ്റെ, കേന്ദ്രം ഭരിക്കുന്നവരുടെ, അതുപോലെ സ്വാധീനമുള്ള ആളുകളുടെ കാൽക്കീഴിലാണ്. NDTV ഒക്കെ അവർ അദാനി വാങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ വാർത്തകൾ മുക്കുക എന്നതും ഒരു സ്ഥിരം പ്രയോഗമാണ്. പക്ഷേ ഇന്നൊരു വലിയ മുക്കലിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വാർത്ത ഇത്രയും ഭീകരമായ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, ശരിക്കും സ്ഫോടനാത്മകമായൊരു വാർത്തയാണ്. ആ വാർത്ത മുക്കി ദേശാഭിമാനി പത്രത്തിലും ജനയുഗത്തിലും കൈരളി ചാനലിലും മാത്രം ഉള്ള ഒരു പ്രധാന വാർത്ത. അത് മറ്റൊന്നല്ല, ഹരിയാനയിലെ ഒരു സീറ്റിന് വേണ്ടി അവിടുത്തെ മഹിളാ കോൺഗ്രസ് നേതാവിനെ അവിടുത്തെ സെക്രട്ടറിയായ അവർക്ക് ഒരു സീറ്റിന് വേണ്ടി അവരിൽ നിന്ന് 7 കോടി രൂപ വാങ്ങി എന്നുള്ള അവരുടെ ഭർത്താവ് തന്നെ ഇപ്പം ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് DGPക്ക് പരാതി കൊടുത്തു. തുടർന്ന് അവർ വാർത്താസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതാർക്കെതിരെ പറഞ്ഞത്? അത് വളരെ പ്രധാനപ്പെട്ട, നമ്മളിവിടെ വലിയ മഹാന്മാരായി കൊണ്ടു നടക്കുന്ന ഒന്ന് പ്രിയങ്ക ഗാന്ധി, മറ്റൊന്ന് KC വേണുഗോപാൽ, വേറൊന്ന് കൊടിക്കുന്നിൽ സുരേഷ്, ഇവർക്കെതിരെയാണ്. അപ്പം ഇന്ന് വേറൊരു പത്രത്തിനകത്തും ജനയുഗം മാറ്റി നിർത്തിയ, ദേശാഭിമാനി മാറ്റി നിർത്തിയ വേറെ ഒന്നിനകത്തും കാണുന്നില്ല. അപ്പോൾ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഏറെക്കാലം ദേശീയ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്ത ദേശാഭിമാനി ഡൽഹി ബ്യൂറോ ചീഫൊക്കെ ആയിരുന്ന, ഇപ്പം നമ്മൾ ഡിജിറ്റൽ മീഡിയയുടെ കോർഡിനേറ്റീവ് എഡിറ്റർ സാജന വിജിൻ നമുക്കുമുണ്ട്. സാജ, എന്ത് തോന്നുന്നു? കാരണം വാർത്തകൾ മുക്കുക നമ്മളൊരു സാധാരണ പ്രയോഗമാണ്, വാർത്ത മുക്കുക അല്ലെങ്കിൽ വാർത്തകൾ ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ളത്. ജനങ്ങളെ ശ്രദ്ധയിലേക്ക് വരണമെന്നത് പലപ്പോഴും പല പത്രങ്ങളും ചേർന്നു. പക്ഷേ ഇതൊരു വല്ലാത്തൊരു ചെയ്തായിപ്പോയില്ലേ? അതെ, വല്ലാത്ത ചെയ്തെന്നൊന്നും പറഞ്ഞ് തീരുന്ന കഥയല്ല ഇത്. യഥാർത്ഥത്തിൽ നാണക്കേടാണ്. നാണക്കേടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നാണ് പൊതുവെ ജനങ്ങൾ പറയുന്നത്. കാരണം എവിടെ നോക്കിയാലും ചാനലുകൾ, എന്ത് ചെറിയ ആരെങ്കിലും ഒരു, ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ, തുറന്നു പറഞ്ഞാൽ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് പരസ്യങ്ങളും നടത്തിയാലും ലൈവ് കൊടുക്കുന്ന കാലമാണ്. ഈ ഒരു കാലത്താണ് ഹരിയാനയിൽ നിന്ന് ഇവിടെ എത്തി അവിടുത്തെ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അവരുടെ ഭർത്താവ് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് പരസ്യസമ്മേളനം നടത്തുന്നത്. പരസ്യസമ്മേളനം നടത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ നിയമപരമായും മറ്റും, പക്ഷേ അതിൽ തന്നെ ചില കാര്യങ്ങൾ, അതിൽ ആരോപിതരുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനല്ല. ഇത് ഒരു ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റിന് വേണ്ടി 7 കോടി രൂപ വാങ്ങിയെന്നും കൃത്യമായ കണക്കുകൾ സഹിതമാണ്. ആർക്കാണ് പൈസ കൊടുത്തത്? ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, ചുമതലയുള്ള AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് MP, വേറെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി, ഇവർക്കെല്ലാം കൊടുത്ത പൈസയുടെ ഇതും ബാങ്ക് രേഖകളും പണമായും ചെക്കായും കൊടുത്ത എല്ലാ രേഖകളും സഹിതമാണ് അദ്ദേഹം ഇവിടെ പത്രസമ്മേളനം നടത്തിയത്. അതും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതെ അതെ, ഒരാളെടുത്ത് 7 കോടി വാങ്ങിയത്. അതെ അതെ, അവർ 52 വർഷമായിട്ട് കോൺഗ്രസ് കുടുംബം എന്നാണ് പുള്ളി പറഞ്ഞത്. 52 വർഷത്തിൽ കൂടുതലായിട്ട് കോൺഗ്രസ് കുടുംബമാണ്. അങ്ങനെ ഒരാൾ വന്നത് ഒന്നുമില്ലെങ്കിൽ ഇവർ സാറിന് ഇവർ കൊടുക്കുമ്പം ഇവർക്ക് ഇത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ പറയപ്പെടുന്ന മറുവശം ഉണ്ടല്ലോ, അവരുടെ പൈറ്റും എടുത്ത് കൊടുക്കാം. ഈ മാധ്യമങ്ങൾക്കെല്ലാം അവരെപ്പോഴും വളരെ അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ ഇന്ന് തന്നെ നോക്കൂ, തെലങ്കാന സർക്കാരിൻ്റെ പരസ്യമാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ പരസ്യമാണ് 1-ാം പേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ PR എക്സസൈസ് എന്നിങ്ങനെ പറയുന്ന ആളുകൾ തന്നെയാണ് അവർ. ഈ സാഹചര്യത്തിൽ തെലങ്കാന സർക്കാർ വന്നിട്ട് കുറേ നാളായി. പെട്ടെന്ന് ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് തെലങ്കാനയിലെ സർക്കാരിനെ പറ്റി ഇവിടുത്തെ പരസ്യം കൊടുക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതെല്ലാം ആളുകൾക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ പരസ്പര ബന്ധിതമാണ്.
ഇതാണ് ഈ എന്നാ പറയുന്ന ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണമില്ലാത്തതുകൊണ്ട് കയ്യിൽ പണമില്ല, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം ഇതാണെന്ന്. ഇത് പറയുമ്പോഴേ നമ്മൾ ഒരുപാട് കേട്ടിട്ട്, പണ്ട് നമ്മൾ ബംഗാരു ലക്ഷ്മണ BJPയുടെ ദേശീയ പ്രസിഡന്റായ ഈ പരസ്യമായി കാശ് വാങ്ങുന്നതാണ് അന്ന് തെഹൽക്ക വഴി പുറത്തുവിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായി ഇങ്ങനെ ഒരു സംഭവം ലൈവായി കാണുന്നത്, വീഡിയോയിൽ കാണുന്നത് അതാണ്. അത് പിന്നീട് കേസായി CBI അറസ്റ്റ് ചെയ്തു ഒക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ പലപ്പോഴും ഡൽഹി ജൻപത് 10 മുമ്പിലും ഒക്കെ ഈ ഇലക്ഷൻ വരുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ, ഡൽഹി ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളും പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ പ്രകടനം നടത്തുന്നവരും അവിടെ ബഹളം ഉണ്ടാക്കുന്നവരും അവരൊക്കെ വിളിച്ച് എപ്പോഴും പറയാറുണ്ട് കാശ് തന്നിട്ടും സീറ്റ് തന്നില്ല എന്നുള്ളത്. ഇപ്പം സാജനക്ക് ഇത് എത്രയോ നേരിട്ട് കണ്ട ഒരാളല്ലേ, എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? അല്ല, ഇത് കഴിഞ്ഞ ബീഹാർ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ. അപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സീറ്റ് നിർണ്ണയം ചർച്ചയൊക്കെ കഴിഞ്ഞ് പറ്റ്ന വിമാനത്താവളത്തിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയപ്പോൾ അവിടുത്തെ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ അണികൾ വന്ന് ഇവരെ അടിച്ചുകൊടിക്കുന്നത് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വൈറലായതാണ്. ഇത് പല തിരഞ്ഞെടുപ്പുകളിലും, ബീഹാറിൽ മാത്രമല്ല ഡൽഹിയിലും ഉത്തരേന്ത്യയിൽ പൊതുവേ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും എല്ലാം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വൻ ആരോപണം ഉയർന്നു. കേരളത്തിൽ പോലും പണ്ട് പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ള ആരോപണം കേരളത്തിൽ തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കൊല്ലത്ത് പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ള ആരോപണം ഉയർത്തിയത്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇത് ഒരു പുതുമയുള്ള സംഭവമല്ല. എന്നാൽ അന്നൊക്കെ കോൺഗ്രസിൻ്റെ ഒരു പ്രതാപകാലത്ത് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഈ മെലിഞ്ഞിട്ടും ഇത് തന്നെയാണ് അവരുടെ ഒരു ശൈലി. അപ്പോൾ ഇത് മൂടി വയ്ക്കാൻ മാധ്യമങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒരു ധൈര്യം അതാണ്. മാത്രമല്ല, മുമ്പ് നമ്മൾ ഒരു പെട്ടിയുടെ കഥ ഉണ്ടായിരുന്നല്ലോ. അതായത് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരണമുള്ള സമയത്ത് ഇലക്ഷൻ ടൈമിൽ പെട്ടിയിൽ പണം കൊടുത്തത്, അങ്ങനെയാണ് വടകരയിലേക്ക് മുല്ലപ്പള്ളിക്ക് കൊണ്ടുവന്ന ഒരു പെട്ടി കാണാതായത്. ആരും അതേക്കുറിച്ചൊരു പരാതി പോലും കൊടുത്തിട്ടില്ല. 1 കോടി രൂപ ഉണ്ടായിരുന്നതാണ് മുല്ലപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പിന് മാത്രം 1 കോടി രൂപ ഉണ്ടായിരുന്നതാണ് അന്ന് വന്ന ആരോപണം. പക്ഷേ ഒരു പരാതി എവിടെയും കൊടുത്തില്ല. അത് വെളുപ്പിക്കൽ പണമായിരിക്കാം, എന്താവാം. പക്ഷേ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു വിഷയമെന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പം ഈ പറയുന്ന ആളുകൾ മഹാന്മാരായ, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയും ഈ ആരോപണത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ശരിക്കും അത് അവരുടെ ക്രെഡിബിലിറ്റിയെ വല്ലാണ്ട് ബാധിക്കുന്നതല്ലത്. അത് പ്രിയങ്ക ഗാന്ധിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ പോലും ഇത്രയും സമയം കഴിഞ്ഞു. ഇന്നലെ രാവിലെ വന്ന വാർത്തയാണ്. ഇതേവരെ മാധ്യമങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി രക്ഷിക്കണമെന്ന് തോന്നിയിട്ടില്ല. കാര്യം എന്താണ്? ഈ വാർത്ത കൊടുക്കേണ്ടി വരും. ഇപ്പം വിശദീകരണം നൽകുമ്പോൾ എന്താണ് അതിൻ്റെ സാഹചര്യം പറയേണ്ടി വരുമല്ലോ. അത്രയും പോലും ഇവർക്ക് ഇത്രയും തുറന്ന ഒരു കോൺഗ്രസിൻ്റെ ഉള്ള അന്ധമായ വിധേയത്വം കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഈ മാധ്യമങ്ങളുടെ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിൽ അതിനേക്കാളൊക്കെ ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ. കോൺഗ്രസ് ഭരണത്തിലില്ലെങ്കിൽ പോലും ഈ ഭരണത്തിലെന്ന് വെച്ചാൽ കാര്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവർ ഭരണത്തിലാണ്. അപ്പോൾ ഈ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് എന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ട എല്ലാ രീതിയിലുള്ള എല്ലാ രംഗത്തും രാഷ്ട്രീയ അഴിമതിയും ഈ ഓപ്പറേഷൻ ലോട്ടസ് ഒക്കെ കോൺഗ്രസ് നിന്ന് അങ്ങോട്ട് പോവുക, കോടികൾ വാങ്ങി ഇങ്ങോട്ട് വരിക, ഈ നമ്മുടെ വേറൊരു സംഭവം റിസോർട്ട് രാഷ്ട്രീയം, അത് ഇതിൻ്റെ എല്ലാം കേന്ദ്രങ്ങളാണ് ഈ സംസ്ഥാനങ്ങളും ഇതുമെല്ലാം. അപ്പോൾ ഇത്തരം ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ് ഇവിടെ ചില ആളുകൾ കേരളത്തിലെ രാഷ്ട്രീയത്തെ എന്തോ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ഇവിടെ പുതിയ യുഗം പറഞ്ഞ പോലെ പുതിയ യുഗം എന്ന് ഇവരുദ്ദേശിക്കുന്ന പുതിയ യുഗം ഇതായിരിക്കും. മാത്രമല്ല, ഈ പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഈ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്ക് നിരീക്ഷകരായി പലരും പോകുന്നത് ഇതിനു വേണ്ടിയാണ്, കാശുണ്ടാക്കാൻ കൂടി വേണ്ടിയാണ്. കാരണം നമ്മൾ ചില ആളുകളുണ്ടല്ലോ, പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കോംപ്രമൈസിന് എടുക്കുന്ന ചില ആളുകളുണ്ട്. വാദിയെടുത്തു നിന്നും കാശ് വാങ്ങും, പ്രതിയുടെ അടുത്തു നിന്നും കാശ് വാങ്ങും. എന്നിട്ട് 2 ആളെ കുറിച്ച് പോയി കണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ എനിക്കൊണ്ട് ഒരു മണ്ഡലത്തിൽ തന്നെയുള്ള 5ഉം 10ഉം സ്ഥാനാർത്ഥിനും കാശ് വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായി. അതൊക്കെയാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഡൽഹിയിലൊക്കെ വിളിച്ചു പറയുന്നത്. വേറൊരു കാര്യം, ഇപ്പം ഇത് നമ്മളെ ഒരു ദേശീയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട, ഹരിയാനയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ ഇന്നലെ നമ്മുടെ കേരളത്തിൽ ആലുവ UC കോളേജിലുണ്ടായൊരു സംഭവം. അത് അവിടുത്തെ പ്രിൻസിപ്പളിനെ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ കരിയോയിൽ വെച്ചു. ഈ കരിയോയിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തൊരു ബലഹീനത എന്നുണ്ട്. മുമ്പ് നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലാണ് ആ പാവം കേശവേന്ദ്രനാഥിന് നേരെ അദ്ദേഹത്തിനെതിരെ അന്നത്തെ ഡയറക്ടർക്ക് നേരെ KSUവിൻ്റെ CP മുഹമ്മദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കരിയോയിൽ വെച്ചത്. പിന്നെ ആ കേസ് തന്നെ പ്രതികൾക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അത് പിൻവലിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ആലുവ UC കോളേജിൽ നടന്ന ഈ കരിയോയിൽ ഒഴിക്കൽ സംഭവം ഇന്ന് നമ്മുടെ മനോരമയിൽ തിരുവനന്തപുരത്തൊന്നും ഇല്ല. സംഭവം അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ ആലുവ UC കോളേജിൽ വനിതാ പ്രിൻസിപ്പളാണ്.
അവിടെ KSUവിൻ്റെ യൂണിയനുമാണ്. ഡോക്ടർ മിനി അങ്ങനെ മിനി വനിതാ പ്രിൻസിപ്പളാണ്. അവിടെ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നിശ്ചിത സമയം രാത്രി വൈകിയും പരിപാടി നടത്തിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ KSUക്കാരെ യൂണിയൻ ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തതിനാണ് ഈ KSUവിൻ്റെ സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിൽ കരിയൽ ഒഴിച്ചു. അത് മറ്റ് ജീവനക്കാരും ഒക്കെ ചേർന്ന് തടഞ്ഞതുകൊണ്ട് അവരുടെ ദേഹത്ത് വീണ്, പ്രിൻസിപ്പളുടെ ദേഹത്ത് വീണില്ല. ഈ വാർത്ത അന്വേഷിച്ചപ്പോൾ മനോരമയുടെയൊക്കെ കൊച്ചി എഡിഷനിലുണ്ട്, അത് തിരുവനന്തപുരത്ത് വന്നിട്ടില്ല. പക്ഷേ കൊല്ലത്ത് ആരോ ഒരു പ്രകടനം നടത്തിയതിൻ്റെ വാർത്ത, കൊല്ലത്ത് ആരോ ഒരു പ്രകടനം നടത്തിയപ്പോഴും മുദ്രാവാക്യം വിളിച്ചതിൻ്റെ വാർത്ത മനോരമയുടെ എല്ലാ സ്റ്റേറ്റ് മുഴുവൻ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഉണ്ടായത് മുതൽ മുദ്രാവാക്യം വിളിയൊക്കെ ഉണ്ട്. ഈ മുദ്രാവാക്യം വിളി എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യത്തിൽ പറഞ്ഞ കാര്യം അതൊരു മനുഷ്യൻ്റെ ഒരു വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു സംഭവമാണ്. അത് മുഴുവൻ സാക്ഷാത്കരിക്കാനുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മുദ്രാവാക്യം വിളിച്ചെന്ന പേരിൽ അക്രമാസക്തമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചാൽ കേസെടുക്കാനും വകുപ്പുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് സംസ്ഥാനം മുഴുവൻ കൊടുക്കുകയും ഇത് ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞു. അത് പ്രാദേശിക എഡിഷനിൽ മാത്രം കൊടുക്കുകയും ചെയ്ത മാധ്യമ ശൈലിയെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഇത് പറയുമ്പോഴാണ് ഇപ്പം കഴിഞ്ഞ ദിവസം വീണ ജോർജിൻ്റെ അവിടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ചു. ഈ റീത്ത് വെച്ച ഇതിന് മുമ്പേ ഈ സമാനമായ ചില പ്രതിഷേധങ്ങൾ വിക്ടോറിയ കോളേജിലും ഒക്കെ നടന്ന സമയത്ത് മുഖപ്രസംഗം എഴുതിയ പത്രമാണ് മലയാള മനോരമ. ഈ ഒന്നാം പേജിൽ ലീഡ് വാർത്ത കൊടുത്ത പത്രമാണ്. അതിനെ വല്ലാതെ ഒരു വൈകാരിക വിഷയമായിട്ട്, കാരണം റീത്ത് വെക്കുക, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ റീത്ത് വെക്കുന്നതിന് ആ രീതിയിൽ ഭയങ്കരമായിട്ട് ക്രൈമായിട്ട് ചിത്രീകരിക്കും, വൈകാരികമായി ചിത്രീകരിക്കും, മുഖപ്രസംഗം എഴുതുകയും അഭിപ്രായങ്ങൾ വിവിധ ഈ എഡിറ്റ് പേജിൽ വിവിധ സാംസ്കാരിക പ്രവർത്തകരടക്കം അഭിപ്രായങ്ങൾ ഈ ജോയ് മാത്യുവിനെ പോലുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കര സംഭവമാക്കിയ മലയാള മനോരമ കേരളത്തിലെ ഒരു വനിതാ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലെത്തി അവിടെ തള്ളിക്കയറി റീത്ത് വെച്ച സംഭവത്തിൽ ഒരു ചെറിയ വാർത്ത, അതിൻ്റെ അപ്പുറത്തോട് ഒരു മുഖപ്രസംഗം നമ്മൾ കണ്ടിട്ടില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ ഉണ്ടായ ആക്രമണത്തെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 2 ദിവസം മുമ്പ് ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് റീത്ത് വെച്ചു. അവർ കുറച്ച് നാൾ മുമ്പ് അവരുടെ പത്തനംതിട്ടയിലെ വസതിയിലും ഇത് സംഭവം ഉണ്ടായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ അക്രമം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതിഹീനമായ ഭാഷയിൽ, അത് ഇവരാരും പറയുന്നില്ല, ഇവർ ഈ കൊല്ലത്തെ മുദ്രാവാക്യം പറയുന്ന ആളുകൾ അതിഹീനമായ ഭാഷയിൽ ഒരു പൊതുപ്രവർത്തനം പോയിട്ട് ഒരു സാധാരണ മനുഷ്യൻ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഹീനമായ പരാമർശം നടത്തി. ഇതാരും ഇവർക്ക് ഒരു വിഷയമല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇന്നിപ്പോൾ തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത് മന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴല്ല, അവർ പൊതു നിരത്തിൽ സഞ്ചരിക്കുമ്പോഴല്ല, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പണ്ട് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു നടന്നു പോകുമ്പോൾ ഇവരിങ്ങനെ തള്ളി കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവരുടെ ഒരു കുറച്ച് നാളുകൊണ്ട് മല്ലന്മാരായ കുറേ ആളുകളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അത് പോലീസിനെ പോലും അക്കാര്യത്തിലൊക്കെ പോലീസിൻ്റെ ഒരു സമീപനം വളരെ പ്രധാനമാണ്. ഇത്രയും ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറുമ്പോൾ എന്ത് സംഭവിക്കാം? അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഈ CCTV പുറത്തു വന്ന പല ദൃശ്യങ്ങളും ഒരു വശത്ത് നിന്നുള്ളതാണ്, മറുവശത്തെ ദൃശ്യങ്ങൾ ലഭ്യമല്ല. അവിടെ എന്തോ അറ്റകുറ്റപ്പണി നടക്കുന്നു, അങ്ങനെ ചില പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം അണികളെ നിലക്കിരുത്താൻ തയ്യാറാകാതെ തെളിവ് ചോദിക്കുന്നത്, ഇവരിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് വേറെ ഇവരൊക്കെ ഉൾപ്പെട്ട പല കുറ്റകൃത്യങ്ങളുടെയും, നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, ഇവർ ഉൾപ്പെട്ട പല കുറ്റകൃത്യങ്ങളുടെയും വീഡിയോ തെളിവ് ഇവർ ചോദിക്കുമല്ലോ. അത് ഏത് രീതിയിലോട്ടാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത്? മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ആരോഗ്യമന്ത്രിക്കെതിരെ ഇപ്പം ചില വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിലെ വൻകിട ആശുപത്രികൾ, ബ്ലാക്ക് സ്റ്റോൺ അമേരിക്കയിലെ കമ്പനികളൊക്കെ ഇപ്പം അവർ വിഴുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളും ഇപ്പോൾ അപ്പം സ്വാഭാവികമായിട്ട് അവർ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിലെ ജനങ്ങളെ നന്നാക്കാനില്ലല്ലോ, അവർ ലാഭം മോഹിച്ചാണല്ലോ വരുന്നത്, കോർപ്പറേറ്റുകളാണല്ലോ. അപ്പം നിലവിൽ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്മുടെ PHC മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അതിവിപുലമായ രീതിയിൽ ആധുനിക ചികിത്സയാണ് ജനങ്ങൾ അത്ര കണ്ട് ആശ്രയിക്കുന്നു. മരുന്നുണ്ട്, റോബോട്ടിക് ചികിത്സ വരെ നൽകുന്നു, നിരവധി അവയവം മാറ്റിവെക്കുക, സർക്കാർ ആശുപത്രികൾ ഹൃദയം മാറ്റിവെക്കുക, ശസ്ത്രക്രിയ. അപ്പം ഇത് ശരിക്കും ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ കോൺഫിഡൻസോടുകൂടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകുമ്പം ഇവർ ആഗ്രഹിച്ച ഒരു ലാഭം ഇവർക്ക് കിട്ടില്ല. അപ്പം അവരുടെ പിണിയാളുകളായി അല്ലെ അവരുടെ കൈകാര്യകർത്താക്കളായും കൂടിയല്ല. കാരണം ഒരു വെടിക്ക് 2 പക്ഷി, ഒന്ന് ആരോഗ്യ വകുപ്പിനെയും സർക്കാരിനെയും ഒരു വഴിക്ക് മോശപ്പെടുത്താൻ ഇലക്ഷനാണ് വരുന്നത്. രണ്ടാമത്തത് ഇതുവഴി എന്തെങ്കിലും ഒരു ധാരയുണ്ടാക്കി, പണ്ട് സാജനക്ക് അറിയാവുന്നതാണല്ലോ നമ്മുടെ വിമോചന സമരത്തിൻ്റെ പിന്നിൽ CIA ഉണ്ടായിരുന്നെന്നും CIAയുടെ പണം വാങ്ങി എന്നുള്ളതും പിന്നെ അതിന് നേതൃത്വം കൊടുത്തവർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ സംശയിക്കുന്നുണ്ട്, എൻ്റെ ഒരു സംശയമാണ്. മാത്രമല്ല, കാരണം ഇതിന് പിന്നിൽ അമേരിക്കൻ കമ്പനികളുടെ ഒരു ഇടപെടലും, കാരണം ഇന്ന് അങ്ങനെയാണ് ലോകം.
ആ രീതിയിൽ. അല്ലാതെ ഇങ്ങനൊരു ആരോഗ്യ വകുപ്പിന് ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് അതൊരു വനിതാ മന്ത്രിക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തുന്ന വല്ല കാര്യമുണ്ടോ? അല്ല, ഇതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ ഒന്നും കാര്യമില്ല. കാര്യം ഈ മുതലാളിത്തത്തിൻ്റെ, ഈ മൂലധന മുതലാളിത്തത്തിൻ്റെ നയങ്ങൾക്കെതിരെ ആര് നിലപാട് സ്വീകരിച്ചാലും അവരെ അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കയുടെ നയം തന്നെയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കൺമുമ്പിലാണ് വെനസ്വേലയിലെ പ്രസിഡന്റിനെയും ഭാര്യയും കൂടെ മഡുറോയും ഭാര്യ തട്ടിക്കൊണ്ടുപോയത്. അത് വെനസ്വേല എന്ന് വെച്ചാൽ വളരെ ചെറിയ രാജ്യം, കേരളത്തിൻ്റെ അത്രയും പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് നമുക്കൊരു അതിശോക്തിയുടെയും കാര്യമില്ല. ഇവർ ഈ മുതലാളിത്ത നയങ്ങൾക്കെതിരെ ഒരു ബദൽ നയം എവിടെ നടപ്പാക്കിയാലും ഇവർ ഇടപെടുമെന്നുള്ളത് അതിൻ്റെ അകത്ത് ഒരു തർക്കമില്ല. പിന്നെ ഇന്ത്യയുടെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉത്തരേന്ത്യ ഡൽഹിയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഡൽഹിയിലെ പഴയ സ്വകാര്യ ആശുപത്രിയെല്ലാം ഇപ്പം കോർപ്പറേറ്റ് ലേബലിലായി. എല്ലാ ഹോസ്പിറ്റലും, ഡൽഹിയിലെ പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലും വൻകിട കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തു. അത് അവിടുത്തെ കാര്യം. പക്ഷേ കേരളം നോക്കി കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവർ വളരെ റിസർച്ച് നടത്തിയിട്ടാണ് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഇന്നും എൻ്റെ അടുത്ത് രാവിലെ ഒരാൾ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയതിൻ്റെ അനുഭവം, പുള്ളി ആദ്യമായിട്ടാണ് പോയത്. അതാണ് നമ്മുടെ ആദ്യമായിട്ട് പോയി ഒരു പനിയുടെ ചികിത്സയ്ക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഉണ്ടായ സംവിധാനത്തെ പറ്റി വിവരിക്കുകയുണ്ടായി. അപ്പം ഇത് പക്ഷേ ഇവർക്കാർക്കും ഇത് നടന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്പം ഈ ലക്ഷക്കണക്കിന് ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ പോകുന്നത്. അപ്പോൾ ഒരു ചക്ക വീണുമ്പോൾ ചിലപ്പോൾ മുയൽ അതെന്ന് പറഞ്ഞാൽ ഒരു ചക്കയൊക്കെ വീണ് അത് റോഡിലൂടെ നടന്നു പോകുമ്പോഴും അപകടം സംഭവിക്കാം. അതിനെ പർവ്വതീകരിച്ച് ഇന്നിപ്പോഴത്തെ ചില വാർത്തകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയെ കൈവച്ച് പോകും. ആ ചക്ക വീണ പത്തനംതിട്ട ആ സംഭവം വെച്ചിട്ട് ഇത്രയും തരംതാണ രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്താവുന്നുള്ളത്. അപ്പോൾ അതാണ് പ്രധാന സംഭവം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി, ഇതിപ്പം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്ക് എതിരെ മാത്രമല്ല, മുൻ ആരോഗ്യമന്ത്രിമാർ, മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന PK ശ്രീമതി ടീച്ചർ, ഇവർക്കെതിരെല്ലാം ഇവർ സമാനമായ ഇതിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും കൂടെ രംഗപ്രവേശം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഈ വൻകിട കോർപ്പറേറ്റുകൾ അവർ പല ഹോസ്പിറ്റലും വാങ്ങിയിട്ടുണ്ട്. അതിപ്പം എല്ലാം പുറത്തു വന്നതാണ്. അത് വാങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെയും കോഴിക്കോട്, കൊച്ചിയിലേക്കുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്വകാര്യ ആശുപത്രികളും വൻകിട ബഹിരാഷ്ട്ര കമ്പനികൾ വാങ്ങിയെന്നുള്ളതിൻ്റെ അകത്ത് അത് വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് എൻ്റെ അകത്ത് സംശയത്തിൻ്റെ ഒന്നും കാര്യമില്ല. രണ്ടാം കിട ആശുപത്രിയാണ് അവിടുത്തെ അവരുടെ അടുത്ത ശൃംഖലയിലേക്ക് വരുന്നത്. അതിനെ ഒരു സാറ്റലൈറ്റ് ആശുപത്രിയാക്കി മാറ്റാൻ വേണ്ടി പോകുന്നത് വളരെ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇതുവരെ കെട്ടിപ്പടുത്ത നമ്മുടെ ഈ പൊതുജനാരോഗ്യം അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒന്ന്. രണ്ടാമത്തത് ചികിത്സയുടെ ചെലവ് വല്ലാണ്ട് ഭാരിക്കും. ഇപ്പോൾ ഈ സർക്കാർ ആശുപത്രികളിൽ 5 വർഷം കൊണ്ട് ഏതാണ്ട് 8,400 ചില്ലും കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് കൊടുത്തത്. അതായത് ഈ വിവിധ ഇൻഷുറൻസ് വഴി മാത്രം. അപ്പോൾ അതൊക്കെ ശരിക്കും അവരാഗ്രഹിക്കുകയും അവർക്ക് കിട്ടണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടാവും. അതിനെതിരെ ശക്തമായ നിലപാടാണ് നമ്മുടെ പൊതുജനാരോഗ്യ വകുപ്പും മന്ത്രിയും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ സ്വീകരിക്കുന്നത്. അതിനെ ഇകഴ്ത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരിക്കും ഇതിന് വേണ്ടി. ഇത് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പോംവഴി. അതാണ്.